തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFിന് കനത്ത തിരിച്ചടി. 3 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. 6 വാർഡുകളും LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. 2 വാർഡുകൾ UDFിൽ നിന്ന്, 1 വാർഡ് BJPയിൽ നിന്നും LDF പിടിച്ചെടുത്തു. പതിനൊന്ന് ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, 1 ജില്ലാ പഞ്ചായത്ത് വാർഡ് എന്നിവയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ കനത്ത തിരിച്ചടിയാണ് LDF ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ടിരിക്കുന്നതെന്നാണ് ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈൻലാബ്ദീൻ, തൃശൂരിൽ നിന്ന് കെ അഖിൽ, MK ഷുക്കൂർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം സെയ്ഫിലേക്കാണ്. സെയ്ഫ്, ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നായിരുന്നു LDF പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു ഫലം പുറത്തു വരുമ്പോൾ ആ വാദം തെറ്റാണ് എന്നുകൂടി വ്യക്തമാവുകയല്ലേ? അതെ അമൃത, അങ്ങനെ കൂടി നമുക്ക് കണക്കാക്കാം. ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ഫലം അത് വന്നതിന് പിന്നാലെ തന്നെ ചേലക്കര തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ചതോടുകൂടി ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് ഇടതുമുന്നണി നേതാക്കൾ ശ്രമിച്ചുള്ളത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം, നമ്മൾ കാലങ്ങളായിട്ടുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്നത്, ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം നേടിയെടുക്കുന്നത് അത് ഇടതുമുന്നണിയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാലും എല്ലാം അതിനെ ഇടതുമുന്നണി മറികടന്നുകൊണ്ടിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടാണ്. അതായത് പ്രാദേശിക തലത്തിൽ ഈ CPM എന്ന് പറയുന്നതും CPI എന്ന് പറയുന്ന സംഘടന അത് താഴെ തട്ടിലാണ് ഏറ്റവും ക്ലീനായി വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ ഒരു മുന്നേറ്റം ഇടതുമുന്നണി ഉണ്ടാക്കി വരാറുള്ളത്. അതാണ് കാലങ്ങളുടെ ഒരു ചരിത്രം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെയാണ് കണക്കാക്കിയെടുക്കാൻ കഴിയുക. സെയ്ഫ്, 3 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണമാണ് LDFിൽ നിന്ന് UDF പിടികൂടിയിരിക്കുന്നത്. വലിയൊരു തിരിച്ചടിയല്ലേ LDF നേരിട്ടത്? അതെ അമൃത, അത് തിരിച്ചടിയായി തന്നെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം 3 തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം അവർക്ക് നഷ്ടമായി എന്നുള്ളതാണ് അതിൻ്റെ തെളിവായി കാണാൻ നമുക്ക് കഴിയുക. ഓരോ സീറ്റിൻ്റെ ബലത്തിലായിരിക്കാം ചിലപ്പോൾ ഭരണം കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഓരോ സീറ്റിൻ്റെ ബലത്തിലായാലും എണ്ണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു വോട്ടിന് ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും അത് ജയം തന്നെയാണ് എന്നുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 3 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണങ്ങൾ അവിടെ നഷ്ടമാകുന്നു. അതിൽ തൃശ്ശൂരിലെ മാട്ടികയിലെ ഭരണം നഷ്ടമാകുന്നത്, മാട്ടിക എന്ന് പറയുന്നത് CPMന്റെ ഇടതുമുന്നണിക്ക് അവിടെ അത്യാവശ്യം വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടുത്തെ ഭരണം നഷ്ടമാവുന്നതൊക്കെ അതീവ ഗൗരവ സ്വഭാവത്തിൽ CPM പരിശോധിക്കേണ്ടി വരുന്ന വിഷയമായി നമുക്ക് വരും കാലങ്ങളിൽ കാണാനും കഴിയും. അത് ഇപ്പോൾ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. ജില്ലാ സമ്മേളനം, ഇപ്പോൾ കൊല്ലത്തെ ജില്ലാ സമ്മേളനം ഇന്നലെ ആരംഭിച്ചു, ഇന്നിപ്പോൾ നടന്നു വരുന്നു. ഇതിനിടയിലാണ് 31 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനകത്ത് തിരിച്ചടി ഉണ്ടാകുന്നത്. അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു പ്രസ്താവന ഉച്ചയോടുകൂടി തന്നെ പുറത്തു വന്നതാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത്. അത് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്കത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ചേലക്കര ജയിച്ചു കഴിഞ്ഞപ്പോൾ, ഇടതുമുന്നണി ജയിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങനെ പറഞ്ഞാൽ ഒരുപാട് നിലനിൽക്കില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ സമയത്ത് അവർ അങ്ങനെ കൂടുതൽ പ്രസ് ചെയ്ത് പറയാതിരുന്നത്. അതേസമയം തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്കതങ്ങനെ പറയാം, രാഷ്ട്രീയമായി അങ്ങനെ പറയാൻ കഴിയും. ഒരു ജനകീയ അടിത്തറയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, LDFിന് ഉണ്ടായിട്ടുണ്ട് എന്ന് രാഷ്ട്രീയമായി UDFിന് പറയാൻ കഴിയുന്ന തരത്തിൽ, അവർക്ക് അഭിമാനം കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് 3 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫലം അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 6 സീറ്റുകൾ അവർ LDFിൽ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. ഇടതുമുന്നണിയാണെന്നുണ്ടെങ്കിൽ 2 സീറ്റ് UDFിൽ നിന്നും 1 സീറ്റ് BJPയിൽ നിന്നുമാണ് പിടിച്ചെടുത്തത്. കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്തത് ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവ് UDF തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ, അതായത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംപൻസിയുടെ ഒരു സൂചനയായിട്ട് അവർ രാഷ്ട്രീയമായി പറയുമ്പോൾ അതിനെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളതായി കണക്കാക്കാൻ കഴിയുക. അമൃത.